വെൽക്കം ബാക്ക്. ഇവിടെ പ്രേക്ഷകരെ പാതൊക്കെയാണ് ഇവിടെ രാവിലെ മുതൽ സംഭവിച്ച വാർത്തകളുടെ തലക്കെട്ടുകൾ. വാർത്ത വരുന്ന ദിവസമാണ്. ഉറപ്പായും പ്രചരണത്തിന്റെ അവസാന ദിവസമാകുമ്പോൾ വാക്കുകൾ, നിലവിടുന്ന വാക്കുകൾ, അതിൽ ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങളൊക്കെ കൂടുതൽ സജീവമാകും. അത് സ്വാഭാവികമാണ്. എന്ന് പറഞ്ഞാൽ ഒരു പരിധി വിടാതിരിക്കട്ടെ ഇനിയുള്ള ബാക്കി ദിവസങ്ങളിൽ എന്നേ പറയാനുള്ളൂ. അപ്പോൾ ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മുടെ കമന്റ് ബോക്സിൽ ഒരിക്കൽ കൂടി ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ ആശംസകൾ അറിയിക്കുകയുമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ നടത്തിയ ആ വിദ്വേഷ പ്രസ്താവനയ്ക്ക് അല്ലെങ്കിൽ വിദ്വേഷ പ്രസംഗത്തിന് ചുറ്റും നിന്ന് കറങ്ങുകയാണ് രാഷ്ട്രീയം. 13 സംസ്ഥാനങ്ങളുടെ 88 മണ്ഡലങ്ങൾ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താനിരിക്കെ പ്രധാനമന്ത്രി പറയുന്നു, ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്. കോൺഗ്രസ്സുകാർ ഈ സ്വത്ത് മൊത്തം പിടിച്ചെടുത്ത് ഒരു വിഭാഗത്തിന് നൽകും എന്ന വിവാദ പ്രസ്താവന ഉറച്ചു നിൽക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയാണ്. ഇലക്ഷൻ കമ്മീഷനിൽ പരാതികളുടെ കൂട്ടപ്രവാഹമുണ്ടായി. ഇതിൽ പെരുമാറ്റച്ചട്ട ലംഘനമുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശം നൽകിയെന്നൊരു പ്രധാന വാർത്ത ഇന്നുണ്ടായി. വോട്ട് വിഭജനത്തിനാണ്. 10 വോട്ട് കിട്ടുമോ അല്ലെങ്കിൽ വോട്ട് മനുഷ്യരെ വിഭജിച്ച് വോട്ട് നേടാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ് മോദിയുടെ പ്രസ്താവന എന്ന് പറയുന്നു. മല്ലികാർജ്ജുൻ ഖർഗെ, CPM അംഗം ബൃന്ദ കാരട്ട് അടക്കം അതിരൂക്ഷമായ വിമർശനങ്ങൾ നരേന്ദ്രമോദിയുടെ രാജസ്ഥാനിലെ ആ പരാമർശത്തിനെതിരെ ഉന്നയിക്കുകയുമാണ്. രാജസ്ഥാനിൽ മുസ്ലിങ്ങൾക്കെതിരായ വിവാദ പരാമർശം ശരിയാണെന്നാണ് ഇന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ചത്. കോൺഗ്രസുകാർ നിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുമെന്നും ഒരു പ്രത്യേക വിഭാഗത്തിന് അത് നൽകുമെന്നും നരേന്ദ്രമോദി രാജസ്ഥാനിൽ ഇന്നും ആവർത്തിച്ചു. मैंने सत्य रखा देश के सामने। कांग्रेस आपकी संपत्ति छीनकर उनके खास लोगों को बांटने की गहरी साजिश रचकर बैठी है. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പരാതി നൽകിയതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ വിവാദ പ്രസംഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിക്കൊരുങ്ങുന്നത്. പ്രസംഗത്തിന്റെ ദൃശ്യങ്ങളും ഉള്ളടക്കവും ഹാജരാക്കാൻ രാജസ്ഥാനിലെ ബൻസ്വാഡ ജില്ലാ ഭരണകൂടത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള മോദിയുടെ തന്ത്രമാണ് വർഗീയ പരാമർശങ്ങളെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖർഗെ കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി നിയമത്തിന് അതീതനല്ലെന്ന് CPIM PB അംഗം ബൃന്ദ കാരാട്ടും കുറ്റപ്പെടുത്തി. The Prime Minister is not above the citizens of India. The Prime Minister is not above the law of India. The Prime Minister has to accept the laws of India. പ്രധാനമന്ത്രി വിഷലിപ്തമായ വർഗീയ പ്രചരണത്തിന് നേതൃത്വം നൽകുകയാണെന്നും വർഗീയ കാർഡിറക്കി കളിക്കുകയാണ് BJP എന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും കുറ്റപ്പെടുത്തി. 24 ഡൽഹി. പ്രചരണത്തിന്റെ അവസാന നാളുകൾ വിദ്വേഷത്തിലേക്കും മലീമസ പ്രചരണങ്ങളിലേക്കും പോകുന്നത് ഇതാദ്യമല്ല. അത് വീണ്ടും അതിന്റെ തനിയാവർത്തനം സംഭവിക്കുന്നു. ഇലക്ഷൻ കമ്മീഷനൊക്കെ ആ വാക്കുകളിൽ വിദ്വേഷ വാക്കുകൾ എന്തെങ്കിലും നടപടിയൊക്കെ ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും അത് നോക്കാം. ഇലക്ഷന്റെ ഈ ഘട്ടത്തിലേക്ക് വരുമ്പോൾ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നു രാഷ്ട്രീയ പ്രചരണം എന്നുറപ്പായി പറയുകയും ചെയ്യാം. കേരളത്തിലേക്ക് വന്നാലോ, 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ പൊടിപാറും പോരാട്ടമാണ്. നാളെയാണ് കൊട്ടിക്കലാശം, മറ്റന്നാൾ നിശബ്ദ പ്രചരണം. അത് കഴിഞ്ഞ് കേരളം പോളിംഗ് ബൂത്തിലേക്ക്. കൊട്ടിക്കലാശത്തിന്റെ പ്രചരണാവേശം. അപ്പോൾ ഇലക്ഷൻ പ്രചരണം അതിന് ലാസ്റ്റ് ലാപ്പിലാണ്. ലാസ്റ്റ് ലാപ്പ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം പരസ്യ പ്രചാരണത്തിന് 2 നാൾ മാത്രമാണ് ബാക്കി. അത് ഇന്നും നാളെയുമാണ്. നാളെ കൊട്ടിക്കലാശമാണ്, മറ്റന്നാൾ നിശബ്ദ പ്രചരണം. കേരളം പോളിംഗ് ബൂത്തിലേക്ക് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 13 സംസ്ഥാനങ്ങൾ 88 മണ്ഡലങ്ങൾ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. ഇവിടെ കേരളത്തിൽ നിന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം സച്ചിൻ പൈലറ്റ് അടക്കം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ എല്ലാം ഉണ്ട്. ദേശീയ നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. അവസാന ലാപ്പ് അവരുടെ ശക്തിപ്രകടന വേദിയാക്കി മാറ്റുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ കൊട്ടിക്കലാശം എന്നുള്ള ഈ പറയുന്ന ആവേശ രാഷ്ട്രീയത്തിന്റെ ഒരു രൂപം കേരളത്തിൽ മാത്രം കാണുന്ന ഒന്നാണ്. കേരളത്തിലോ അല്ലെങ്കിൽ പരമാവധി തമിഴ്നാട്ടിലോ കാണുമായിരിക്കും. അല്ലാതെ ഉത്തരേന്ത്യയിലൊക്കെ കൊട്ടിക്കലാശം എന്നുള്ള പ്രചരണം ഉച്ചസ്ഥായിലേക്ക് എത്തുന്ന ആ ഒരു സംഗതിയില്ല. അത് കേരളത്തിന് മാത്രം സ്വന്തമായ ഒരു കാഴ്ചയാണ്. എന്തായാലും അത് മുന്നണികൾ, സ്ഥാനാർത്ഥികൾ അവരുടെ ശക്തി പ്രകടനത്തിന്റെ ഒരു പ്രതീകമാക്കി മാറ്റുന്നുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നമ്മുടെ പ്രതിനിധികൾ രാവിലെ മുതൽ തന്നെ തുടരുന്നുണ്ട്. തൃശ്ശൂരിൽ KR ഗോപികൃഷ്ണനുണ്ട്. ഗോപി, തൃശ്ശൂർ നമുക്കറിയാം തീപാറും പോരാട്ടം എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ തീപാറും പോരാട്ടം. ത്രികോണം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലം. അതിന്റെ ആവേശം പ്രകടമായിരുന്നു പ്രചരണത്തിലുടനീളം. ഇന്നും അത് പ്രകടമല്ലേ? നാളെ ആ കുട്ടിക്കലാശത്തിൽ അതിന്റെ പരമാവധിയല്ലേ കാണാൻ കഴിയുക? ഗോപി, ഒരു സംശയമില്ല ഹാഷ്മി, ഇന്നും ആ ആവേശം പ്രകടമാണ്. നാളെ കലാശപ്പോരിലേക്ക് തൃശ്ശൂർ മണ്ഡലം കടക്കുമ്പോൾ അത് അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ പൂരപ്രേമികളുടെ നാട്ടിൽ, പൂരം കൊടിപാറിയ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും അധികം വിവാദമുണ്ടാക്കിയിരിക്കുന്നതും പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. അവസാന ലാപ്പിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം കടക്കുമ്പോൾ 3 മുന്നണികളും പൂരം സംബന്ധിച്ച കാര്യങ്ങളിൽ അവരുടെ നിലപാട് വ്യക്തമാക്കുകയാണ്. പൂരം വേണ്ട രീതിയിൽ കൃത്യമായി നടത്താൻ കഴിഞ്ഞില്ല, അതിൻ്റെ ആ ചടങ്ങുകൾ വേണ്ട രീതിയിൽ
രീതിയിൽ നടത്താൻ കഴിഞ്ഞില്ല. പൂരത്തിൽ പോലീസിന്റെ ഇടപെടൽ പൂരത്തിന്റെ ശോഭ കെടുത്തി എന്നൊക്കെയുള്ള വിമർശനങ്ങൾ വലിയ സജീവമായ രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരികയാണ് തൃശ്ശൂരിൽ മൂന്ന് മുന്നണികളും. ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ഇക്കാര്യത്തിൽ പറഞ്ഞത് ഒരു തരത്തിലുള്ള പാളിച്ചകളും സംഭവിച്ചിട്ടില്ല, എല്ലാ കാലത്തും രാഷ്ട്രീയം മറന്ന് പൂരത്തിനൊപ്പം നിന്നിട്ടുള്ള ആളാണ് വ്യക്തിപരമായി താൻ. മാത്രമല്ല സർക്കാരിന്റെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ച ഉള്ളതായി കണ്ടിട്ടില്ല. ഇതിൽ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിൽ സർക്കാർ നടപടിയെടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ്. പക്ഷേ UDF ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാക്കി ഉയർത്തുന്നുണ്ട്. UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ നേരത്തെ നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് പൂരം ഇത്തവണ ഈ നിലയിലെ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രശ്നങ്ങൾക്കൊക്കെ കാരണവും ഉത്തരവാദിയും സർക്കാരാണ്. ഇവിടെ LDFും UDFും തമ്മിലുള്ള പോരാട്ടമാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഇപ്പോഴത് UDFും NDAയും തമ്മിലുള്ള പോരാട്ടമായി ചിലയിടങ്ങളിലെങ്കിലും മാറിയിട്ടുണ്ട്. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി 2ാം സ്ഥാനത്തെത്തുകയാണെങ്കിൽ അതിന് ഉത്തരവാദി പിണറായി വിജയൻ ആയിരിക്കും എന്നാണ്. അങ്ങനെ പൂരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോൾ NDA സ്ഥാനാർത്ഥി ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം പൂരം കൃത്യമായ രീതിയിൽ നടത്താൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അങ്ങനെ പൂരപ്രേമികളുടെ നാട്ടിൽ പൂരവുമായി ബന്ധപ്പെട്ട വിവാദം ഈ അവസാന ലാപ്പിൽ കടക്കുമ്പോൾ മൂന്ന് മുന്നണികളും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ സജീവ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹാഷ്മി ഇരിങ്ങാലക്കുടയിലാണ്. നമുക്കറിയാം കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉരുണ്ടുകൂടിയ കരുവന്നൂർ സഹകരണ ബാങ്ക് ഉള്ള കരുവന്നൂർ അടങ്ങുന്ന ഇടമാണ് ഇരിങ്ങാലക്കുട. പക്ഷേ ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലം നമുക്കറിയാം തൃശ്ശൂരിലെ ലോക്സഭാ മണ്ഡലത്തിൽ 7 ഇടങ്ങളിലും LDF MLA-മാരാണ് ഉള്ളത്, LDF ആണ് ഭരിക്കുന്നത്. മാത്രമല്ല ഇത്തവണ അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇടതുമുന്നണിക്ക് കൃത്യമായ ഒരു മേൽക്കൈ ഈ മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ സുനി എന്ന് തൃശ്ശൂർക്കാർ വിളിക്കുന്ന സുനിൽകുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് നാട്ടുകാർക്കേറെ സുപരിചിതനായ അവരുടെ മനസ്സിലുള്ള ഒരാൾ എന്ന നിലയിൽ തനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ്. പക്ഷേ അതേസമയം തന്നെ കെ മുരളീധരനെ സംബന്ധിച്ച് കെ മുരളീധരൻ കരുണാകരന്റെ പൈതൃകം പേറുന്ന തൃശ്ശൂരിന്റെ സന്തതിയാണ്, തൃശ്ശൂരിന്റെ പുത്രനാണ് എന്ന വിശേഷണങ്ങളോട് കൂടിയാണ് കെ മുരളീധരൻ ഇത്തവണ തെരഞ്ഞെടുപ്പ് രംഗത്ത് എത്തിയിട്ടുള്ളത്. അതോടൊപ്പം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആകട്ടെ വീണ്ടും ഒരിക്കൽ കൂടി മോദി അധികാരത്തിൽ വരുമ്പോൾ, നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ അവിടെ കേന്ദ്രമന്ത്രിയായി ഇതാ സുരേഷ് ഗോപി നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടാകും, നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അതിന് പരിഹാരം കണ്ടെത്താനും ഉണ്ടാകും എന്നതാണ് NDA സുരേഷ് ഗോപിയെ മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് വോട്ടർമാരോട് പറഞ്ഞത്. ഏതായാലും അവസാന ലാപ്പിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം കടക്കുമ്പോൾ ഓരോ വോട്ടറെയും നേരിൽ കണ്ട് പരമാവധി വോട്ടുറപ്പിക്കാനും അവരുടെ വോട്ട് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനും വേണ്ടിയുള്ള തീവ്രമായ ശ്രമത്തിലാണ് തൃശ്ശൂരിലെ മൂന്ന് മുന്നണികൾ. ഹാഷ്മി പറഞ്ഞതുപോലെ അക്ഷരാർത്ഥത്തിൽ തീ പാറുന്ന ത്രികോണ മത്സരമായി തൃശ്ശൂർ മാറുന്നു. ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന മത്സരം തൃശ്ശൂരിൽ നടക്കുകയാണ്. അവസാന വോട്ട് എണ്ണിക്കഴിയുമ്പോൾ മാത്രമായിരിക്കും തൃശ്ശൂരിൽ ആരാണ് വിജയിക്കുക എന്ന് അറിയാൻ കഴിയുന്ന തരത്തിലുള്ള അപ്രവചനീയത തൃശ്ശൂരിന്റെ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരുടെ മനസ്സിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഹാഷ്മി. SKR ഗോപീഷാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ ത്രികോണം അങ്ങേയറ്റം ത്രികോണം തന്നെയാണ്. അൺപ്രഡിക്റ്റബിൾ തൃശ്ശൂർ എന്ന് കൃത്യമായി തന്നെ പറയണം. നമ്മൾ പലയാവർ തൃശ്ശൂർ പോകുമ്പോഴൊക്കെ ഓരോ ട്രെൻഡ് ഓരോ സമയത്തുണ്ടെങ്കിൽ കൂടിയും ഇത് വോട്ടർമാർ ഈ 2 ദിവസങ്ങൾ വോട്ടർമാർ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഒരുപക്ഷെ മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുന്ന ദിവസങ്ങളാണ്, അതിപ്രധാനമാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥികൾക്ക് മുന്നണിയുടെ ഇവിടെ വർഷിപ്പ് പറയുകയാണ്, കുമ്പടിയാണോ രാവിലെ തിരുവനന്തപുരം ഇപ്പോൾ കൊച്ചി എന്നാൽ സത്യം പറയട്ടെ, ഞാൻ ഇപ്പോഴും തിരുവനന്തപുരത്ത് തന്നെ, കൊച്ചിയിലോട്ട് പോയിട്ടില്ല. ഇവിടെ നമ്മുടെ ഈ വീട് സെറ്റപ്പ് നമുക്ക് കൂടെ കൊണ്ടുവരാൻ പറ്റിയ സെറ്റപ്പ്, അതുകൊണ്ട് കൊണ്ടുവന്ന. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ വടകരയിലേക്ക് പോകാൻ. വടകരയിൽ ദീപക് ധർമ്മടമുണ്ട്. ദീപക്, തൃശ്ശൂരിലെ കാര്യം പറഞ്ഞതിനേക്കാൾ വടകര എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ ഏറ്റവും ശ്രദ്ധ ആകർഷിച്ച മണ്ഡലം, ഏറ്റവും കൂടുതൽ മീഡിയ സ്പേസ് കിട്ടിയത് വടകരയ്ക്ക് തന്നെയാണ്. അത് പല വിഷയങ്ങൾ കൊണ്ട് അങ്ങേയറ്റം രാഷ്ട്രീയപ്പോരിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി തെരുവിലിറങ്ങി നിൽക്കുന്ന കടലുപോലെ പല ജനക്കൂട്ടങ്ങൾ കണ്ട വടകര ഇന്നും നാളെയും അതിൻ്റെ മാക്സിമത്തിൽ തന്നെ കാണാം. ദീപക്, നമ്മൾ കാലത്ത് പറഞ്ഞതുപോലെ തന്നെയാണ് വടകരയ്ക്ക് കൃത്യമായ ഒരു കളരി പാരമ്പര്യമുണ്ട്. അതൊരു അങ്കത്തട്ടാണ്. രാഷ്ട്രീയത്തിലും അത് കൃത്യമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഏറ്റവും ചൂരും വാശിയും വീറുമുള്ള ഒരു വലിയ അങ്കത്തട്ട് തന്നെയാണ്. കാലത്ത് പ്രചരണത്തിൽ സ്ഥാനാർത്ഥികളുടെ ഒപ്പമുള്ള യാത്രയിലും നമുക്ക് കണ്ടത് വീറുറ്റ പ്രചരണം, ഏറ്റവും ഒടുവിൽ ലാസ്റ്റ് ലാപ്പിൽ ഓരോ വോട്ടറെയും കണ്ട് വോട്ടുറപ്പിക്കുക, കൃത്യമായി മറുപടി പറഞ്ഞു പോകുന്ന രാഷ്ട്രീയം തന്നെയാണ്. വടകര UDFന്റെ സിറ്റിംഗ് സീറ്റാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി UDFന്റെ കയ്യിലുള്ള ഒരു മണ്ഡലം. ആ മണ്ഡലത്തെ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ശൈലജ ടീച്ചർ എത്തിയിട്ട് ആ പ്രചരണം ഇപ്പോൾ പ്രവചനാതീതമാകും വിധി എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ശൈലജ ടീച്ചർ ആണോ ഷാഫി ആണോ എന്നുള്ളത് പ്രവചിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ് വസ്തുത. വടകരയിൽ രാഷ്ട്രീയം പറയണം എന്നുള്ളതാണ്. ഇന്ന് അല്പം മുൻപ് KK ശൈലജ ടീച്ചർ നമ്മളോട് സംസാരിച്ച സമയത്ത് പറഞ്ഞത് രാഷ്ട്രീയമായിരിക്കണം ചർച്ച, ദേശീയ രാഷ്ട്രീയത്തിന്റെ കൃത്യമായ പരിച്ഛേദം, ന്യൂനപക്ഷങ്ങൾക്കുള്ള ആശങ്ക, ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രചരണത്തിന്റെ പ്രധാന വിഷയമാകണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ എന്നാൽ
വ്യക്തിഹത്യയിലേക്ക് ഉൾപ്പെടെ അവഹേളനത്തിലേക്ക് ഉൾപ്പെടെ മാറുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഷാഫി പറമ്പിൽ നമ്മളോട് സംസാരിച്ചപ്പോഴും അദ്ദേഹവും പറഞ്ഞത് പരാജയ ഭീതിയില്ല, ഭൂരിപക്ഷം ജനം തീരുമാനിക്കും എന്നുള്ളതാണ്. ഏതായാലും ഈ ഇടത് വലത് ക്യാമ്പുകൾക്ക് അഭിമാന പോരാട്ടത്തിന്റെ തട്ടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏറ്റവും കൂടുതൽ വീറുറ്റ പോരാട്ടം നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വടകരയിൽ തന്നെയാണ്. ഏതായാലും ഈ നാളത്തോടുകൂടി പ്രചരണത്തിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് പോകുമ്പോഴേക്കും എല്ലാ അടവുകളും എല്ലാ പ്രചരണായുധങ്ങളും പുറത്തെടുത്തുകൊണ്ട് ഏറ്റവും മികച്ച പെർഫോമൻസ് ഓരോ പാർട്ടിക്കും ഉറപ്പാക്കാൻ വേണ്ടിയുള്ള അടിമുടിയുള്ള പ്രചരണമാണ് നടക്കുന്നത്. അതായത് ബൂത്ത് തലം മുതൽ മണ്ഡലം തലം വരെയുള്ള പ്രചരണത്തിന്റെ കോലാഹലങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം അടിത്തട്ടിൽ നടക്കുന്ന പ്രചരണം അങ്ങേയറ്റം രാഷ്ട്രീയമാണ്. മാത്രമല്ല കൃത്യമായും ഓരോ വോട്ടും ഉറപ്പിക്കലാണ്, മറുപടി പറഞ്ഞു പോകലാണ്. അത് തന്നെയാണ് വടകരയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ലാപ്പിലെ ഇനി ഒരു നാൾ മാത്രം പ്രചരണത്തിന് ബാക്കി നിൽക്കുമ്പോൾ ഹാഷ്മി. ദീപക് ധർമ്മടമാണ് വടകരയിലെ വിവരങ്ങൾ നൽകിയത്. വടകര എന്ന് വടകരക്കാർ പറയില്ല, വടകര എന്നാ പറയുക. വടകരയിലെ ഷാഫി, വടകരയിലെ ശൈലജ എന്നൊക്കെയായിരുന്നു ഇവിടെ പോസ്റ്റുകൾ. വടകരയിലെ വിവരങ്ങൾ നൽകുകയായിരുന്നു ദീപക് ധർമ്മടം. ദ ലേസി എന്ന് പ്രേക്ഷകനോ നാളെ ആരെങ്കിലും കലാശക്കൊട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും, പോലീസ് കൂടുതൽ വേണം വടകര തൃശ്ശൂർ എന്ന് പറയുകയാണ്. എന്തായാലും വടകര തൃശ്ശൂർ അങ്ങനെ സംഭവിക്കൊന്നുമില്ലാതെ എന്ന് പറഞ്ഞാൽ അവർ വളരെ ആക്റ്റീവായി സജീവമായി രാഷ്ട്രീയം പറയും, അതിനുവേണ്ടി അഗ്രസീവ് തർക്കിക്കുമെന്നതല്ലാതെ ഒരു അതിർത്തിയുണ്ട്, ആ അതിർത്തിക്കപ്പുറം പോകില്ല. രാഷ്ട്രീയ ഭേദമായി സൗഹൃദത്തിൽ തന്നെയാണ് എല്ലാവരും. രാഷ്ട്രീയ പക്ഷേ കനത്ത് പറയും. നമ്മളിപ്പോൾ നമ്മുടെ ഇന്ന പരിപാടിക്ക് വേണ്ടി അവിടെ പോകുമ്പോഴൊക്കെ, രാഷ്ട്രീയം പറയാൻ പരിപാടിക്ക് വേണ്ടി അവിടെ പോകുമ്പോഴൊക്കെ കടുത്ത രാഷ്ട്രീയം പറയുന്ന ആൾക്കാരെ കാണുമ്പോൾ പോലും അവർ തമ്മിൽ സൗഹൃദമുണ്ട്, വേറൊന്നും സംഭവിക്കില്ല, അതൊന്നും പേടിക്കണ്ട. നമ്മൾ നേരെ തിരുവനന്തപുരത്തേക്ക് തന്നെ വരികയാണ്. നമ്മൾ നിൽക്കുന്ന തിരുവനന്തപുരം. ഷഫീദ് റാവുത്തർ ചേരുകയാണ്. ഷഫീദ്, നമ്മൾ രാവിലെ കണ്ടതാണ്, രാവിലെ മോർണിംഗ് ഷോ യാത്രയിലൊക്കെ രാവിലെ തന്നെ ഒരു 6 മണി 6:30 സമയത്ത് തന്നെ ഇവിടെ പ്രചരണ രംഗം ഉണരുകയും സ്ഥാനാർത്ഥികൾ ഉണരുകയും ഇറങ്ങുകയും പ്രവർത്തകർ സജീവമായി ചെയ്യുന്ന കാണുന്നതാണ്. അത് സ്വാഭാവികമാണ്. ത്രികോണപ്പോരിൽ ഇന്നും നാളെയും കലാശക്കൊട്ടിൻ്റെ ആ സമയത്തോളം സ്ഥാനാർത്ഥികൾക്കോ മുന്നണികൾക്കോ തരിമ്പിന് വിശ്രമിക്കാൻ സമയമില്ലാത്ത സമയമാണ്. ഷഫീദ്. ഹാഷ്മി, ഉറപ്പായിട്ടും. അതായത് സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു തരത്തിലുള്ള വിശ്രമമില്ല. പാർട്ടി പ്രവർത്തകർക്കും വിശ്രമമില്ല. തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ച അൺപ്രഡിക്റ്റബിൾ മണ്ഡലം എന്ന് സ്വാഭാവികമായി നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന ഒരു മണ്ഡലം കൂടിയാണ്, ഒരു സ്റ്റാർ ക്ലാസ് മണ്ഡലം. ശശി തരൂരിന് സിറ്റിംഗ് എം പിയായി ശശി തരൂരിന് സീറ്റ് ഉറപ്പിക്കുക എന്ന വലിയ ലക്ഷ്യമുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ, എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് അവസാന ലാപ്പിലാണ് കളത്തിലേക്ക് ഇറങ്ങിയതെങ്കിലും അദ്ദേഹം മണ്ഡലത്തിൽ ഇതിനോടകം തന്നെ സുപരിചിതനായിട്ടുണ്ട്. പന്ന്യൻ രവീന്ദ്രൻ ജനകീയ മുഖമായി മണ്ഡലത്തിൽ തുടരുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ദേശീയ വിഷയങ്ങളും പ്രാദേശിക വിഷയങ്ങളും തലസ്ഥാന മണ്ഡലത്തിൽ കാര്യമായി ചർച്ചയായി. കേരള സ്റ്റോറി, അതേപോലെ തന്നെ പൌരത്വ നിയമ ഭേദഗതി അടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിഷേധങ്ങൾ അത് തലസ്ഥാനത്തെ പല കേന്ദ്രങ്ങളിലും നമ്മൾ കണ്ടതാണ്. പ്രാദേശിക വിഷയങ്ങൾ, അത് പൊഴിയൂരിൽ തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം മുതൽ ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് ത്രികോണ മത്സരമാണോ അതല്ല താൻ മത്സരിക്കുന്നത് എൻ ഡി എ തോൽപ്പിക്കാനാണ്, ബി ജെ പിയെ തോൽപ്പിക്കാനാണെന്ന് ശശി തരൂരിന്റെ പ്രസ്താവന അടക്കമുള്ള കാര്യങ്ങൾ വലിയ വിവാദമായ മണ്ഡലമാണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ച അൺപ്രഡിക്റ്റബിൾ സാധനം അത് സ്വാഭാവികമായും ഈ മണിക്കൂറുകളിലെല്ലാം ചർച്ചയാകും. കൊട്ടിക്കലാശത്തിന് മുൻപും നിശബ്ദ പ്രചരണ സമയത്തൊക്കെ തിരുവനന്തപുരം മണ്ഡലത്തെ കേന്ദ്രീകരിച്ച് അടിയൊഴുക്കുകൾ, തുടർചലനങ്ങൾ അടക്ക കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്ന് രാവിലെയും നമ്മൾ 3 സ്ഥാനാർത്ഥികളെയും കാണുമ്പോൾ 3 പേരും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇന്ന് ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും നഗരം കേന്ദ്രീകരിച്ച് അവരുടെ പ്രവർത്തനം നടത്തുമ്പോൾ, അതിൽ കൊട്ടിക്കലാശത്തിന് തൊട്ട് മണിക്കൂറുകൾ മുൻപുള്ള പ്രചരണം നടത്തുമ്പോൾ പന്ന്യൻ രവീന്ദ്രനാകട്ടെ പൊഴിയൂർ മുതൽ ഇങ്ങോട്ടേക്ക് റോഡ് ഷോ, അതൊരു മെഗാ റോഡ് ഷോ ആക്കി മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി തിരുവനന്തപുരം നഗരഭാഗത്തേക്ക് റോഡ് ഷോ വരും. നാളെയാണ് തിരുവനന്തപുരം പേരൂർക്കടയിൽ വലിയ രീതിയിലുള്ള കൊട്ടിക്കലാശം നടത്താൻ പോകുന്നത്. രാഷ്ട്രീയ വിവാദങ്ങൾ, ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾ, അത് ദേശീയ നേതാക്കളുടെ അടക്കം വാക്പോരിന് വഴിവെച്ച തിരുവനന്തപുരം മണ്ഡലത്തിൽ വലിയ തരത്തിലുള്ള ഒരു കൊട്ടിക്കലാശം നാളെ നമുക്ക് പ്രതീക്ഷിക്കാം. ഹാഷ്മി, ഉറപ്പായും ആ കൊട്ടിക്കലാശം സ്ഥാനാർത്ഥികളുടെയും മുന്നണികളുടെയും ശക്തി പ്രകടനമാക്കുക, അതിനുവേണ്ടി പൈസ ഇറക്കുക തുടങ്ങിയത് കാലാകാലങ്ങളിൽ കേരളത്തിന്റെ ശീലമാണ്, അല്ലെങ്കിൽ മുന്നണികളുടെ സ്ഥാനാർത്ഥികളുടെ ശീലമാണ്. അത് നാളെയും ഉറപ്പായും ആവർത്തിക്കും. കാര്യം അത്രത്തോളം വാശിയേറിയ പ്രചരണം നടന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ വരുന്ന താപനില മുന്നറിയിപ്പ് എങ്ങനെയാണ്? 23 മുതൽ 27 വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം തൃശ്ശൂർ ജില്ലകളിൽ 39, കോഴിക്കോട് 38, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, കണ്ണൂർ 37, തിരുവനന്തപുരം, മലപ്പുറം, കാസർഗോഡ് 36, 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ സാധാരണയേക്കാൾ കൂടുമെന്നാണ്. അപ്പോൾ ഈ നമ്മൾ ഈ കൊട്ടിക്കലാശത്തിൻ്റെ ദിവസം, ഈ പ്രചരണ ദിവസം, നമ്മൾ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ദിവസമൊക്കെ സൂര്യൻ അങ്ങനെ തിളച്ചു നിൽക്കും എന്നുള്ളതാണ് കാലാവസ്ഥാ പ്രവചനം. കൊടയെടുക്കാൻ മറക്കണ്ട. ആറ്റിങ്ങലിലേക്ക് പോകുന്നു. ആറ്റിങ്ങൽ അനുജ ആറ്റിങ്ങൽ ഈ പറയുന്ന പോലെ കള്ളവോട്ട് ആരോപണം ഒരുപാട് ആരോപണ പ്രത്യാരോപണങ്ങൾ കണ്ടതാണ്. അവിടെയും ഈ അൺപ്രഡിക്റ്റബിൾ, അപ്രവചനീയത എന്ന ഫാക്ടർ നിൽക്കുന്ന സ്ഥലമാണ് ആറ്റിങ്ങൽ. ആറ്റിങ്ങൽ പോകുമ്പോൾ കാണുന്നത് എന്താണ്? നാളെ പ്രതീക്ഷിക്കേണ്ടത് എന്താണ് അനുജ?
ഹാഷ്മി, അക്ഷരാർത്ഥത്തിൽ അപ്രവചനീയമായ ഒരു മത്സരം എന്നുള്ളത് തന്നെയാണ്. ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുകയാണ് ആറ്റിങ്ങലിൽ. ഇന്നിപ്പോൾ നമ്മൾ LDF UDF സ്ഥാനാർത്ഥികളെ കണ്ടിരുന്നു. അതിൽ ഈ കള്ളവോട്ട് ആരോപണം എന്നുള്ളതിൽ അടൂർ പ്രകാശ് ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹം നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നത് കോടതി ഉത്തരവ് വരുമ്പോൾ അതിന്റെ വിശദാംശങ്ങൾ കാണിച്ചു തരാം, കഴിഞ്ഞ തവണയും ഇതേ ആരോപണം ഉന്നയിച്ചതാണ്, അതെല്ലാം ശരിയാണെന്ന് തെളിഞ്ഞതാണ് എന്ന് പറയുമ്പോൾ പരാജയ ഭീതി കൊണ്ടാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് LDF സ്ഥാനാർത്ഥി വി ജോയ് നമ്മളോട് പറഞ്ഞത്. ഒപ്പം തന്നെ ഈ മദ്യം ഒഴുക്കുന്നു, പണം നൽകി വോട്ടേഴ്സിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതും ഇന്നിപ്പോൾ LDF ആവർത്തിച്ചുന്നയിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലയൻ കീഴിലാണ്. വി മുരളീധരനെ അല്പസമയത്തിനകം നമുക്ക് കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഇവിടെ കേന്ദ്രമന്ത്രി മത്സരിക്കുന്നുണ്ട്, സിറ്റിംഗ് MP ആണ്, ഒപ്പം തന്നെ MLA മത്സരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഹാഷ്മി, എല്ലാ വിഷയങ്ങളും ഇവിടെ പ്രചരണത്തിന് ഉണ്ട് എന്നുള്ളതാണ്. അത് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ, സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ, ദേശീയ തലത്തിലുണ്ടാകുന്ന വിവാദങ്ങൾ, സംസ്ഥാന തലത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇവിടെ ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വോട്ട് ബാങ്ക്, ഈഴവ സമുദായം വലിയ വോട്ട് ബാങ്കാണ്. തീരദേശ മേഖലയിലുള്ളവരുടെ പ്രശ്നങ്ങൾ, അതിലൊക്കെ ഇപ്പോൾ LDF വലിയ പ്രതീക്ഷയിലാണ്. ഇന്ന് വി ജോയ് നമ്മളോട് പറഞ്ഞത്, ഇത്രയും കാലം ഈ തീരദേശ മേഖലയിലുള്ളവർക്ക് സർക്കാരിനോട് ഒരു വിരുദ്ധ വികാരം ഉണ്ടായിരുന്നു, ഒരു അതൃപ്തി ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്പോൾ മാറിയിട്ടുണ്ട്. മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾ അതൊക്കെ ഈ വോട്ടിംഗിൽ പ്രതിഫലിക്കും. അവിടെയെല്ലാം പരിഹാരത്തിന് നിർദ്ദേശങ്ങളായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ശുഭപ്രതീക്ഷ LDFനുണ്ട്. അപ്പോൾ വികസനം എന്നുള്ളതിൽ അടൂർ പ്രകാശ് ഊന്നുന്നുണ്ട്. ഒരു വികസനവും നടത്തിയിട്ടില്ല എന്ന LDFന്റെ ആരോപണത്തിന് ജനം ഇക്കുറി മറുപടി നൽകിക്കൊള്ളും. തുടങ്ങിവെച്ച വികസനങ്ങളുണ്ട്, പൂർത്തിയാക്കിയതുണ്ട്. അതിൽ തുടങ്ങിവെച്ചത് പൂർത്തിയാക്കാൻ കൂടിയാണ് അടുത്ത ടേമിലേക്ക് കൂടി താൻ എത്തുന്നത് എന്നതാണ് അടൂർ പ്രകാശ് പറയുന്നത്. അങ്ങനെ വി മുരളീധരനാകട്ടെ, BJP കഴിഞ്ഞ തവണ വലിയ തോതിൽ വോട്ട് ശതമാനം ഉണ്ടാക്കിയതാണ്. ആ പ്രതീക്ഷ ഇക്കുറി വി മുരളീധരനുമുണ്ട്. ഏതായാലും ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന ആറ്റിങ്ങലിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് അറിയാൻ നമുക്കിനി ജൂൺ 4 വരെ കാത്തിരിക്കണം. ഹാഷ്മി, ഉറപ്പായും ആറ്റിങ്ങൽ അടക്കം ഈ പറയുന്ന തിരുവനന്തപുരം, തൃശ്ശൂർ ഗണത്തിലൊക്കെ പെടുത്താവുന്ന മണ്ഡലമാണ്. ഈ പറയുന്ന അൺപ്രഡിക്റ്റബിളായി നിൽക്കുകയാണ്. രാഷ്ട്രീയ ജ്യോതിഷികൾക്കൊന്നും പിടിതരുന്നില്ല ആറ്റിങ്ങലിന്റെ മനസ്സ്. എന്തായാലും അതിശക്തമായ പ്രവർത്തനം 3 മുന്നണികളും അവിടെ കാഴ്ചവെക്കുന്നുണ്ട്. അപ്പൂസ് എന്ന പ്രേക്ഷകൻ പറയുകയാണ്, മറ്റൊരു സ്ഥാനാർത്ഥിയെ കുറ്റം പറഞ്ഞു വരുന്ന ഒരു പാർട്ടിക്കാരനും എൻ്റെ വോട്ടില്ല. നല്ല കാര്യം. അത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നത് നല്ലതാണ്. എന്താ, നെഗറ്റീവ് രാഷ്ട്രീയം ഒഴിവാക്കി പോസിറ്റീവായി പറയുന്നവർക്ക് വോട്ട് കൊടുക്കാം എന്ന കാര്യം നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ആലപ്പുഴയിലേക്ക് പോകണം. ആലപ്പുഴയിൽ TK റിജിത്താണ്. റിജിത്ത്, ആലപ്പുഴയിലും ഇത് തന്നെയാണ് അവസ്ഥ. അവിടെ 2019 UDF കൊടുങ്കാറ്റിലും കനൽത്തരിയെ LDFന് കൊടുത്ത സ്ഥലമാണ്. ഇക്കുറി അവിടെ ദേശീയ നേതാവ് KC വേണുഗോപാൽ ഇറങ്ങുന്നു. BJPയുടെ തീപ്പൊരി നേതാവ് ശോഭാ സുരേന്ദ്രൻ ഇന്നിപ്പോൾ ശോഭയെപ്പറ്റി TJ നന്ദകുമാർ എന്തൊക്കെ ആരോപണങ്ങളൊക്കെ പറയുന്നുണ്ട്. അതടക്കം എന്തായാലും പ്രചരണ വിഷയമാകും അവിടെ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്താണ് ആത്യന്തികമായി അവിടെ നിന്ന് കാണാൻ കഴിയുന്ന റിജിത്ത്? നാളെ കൊട്ടിക്കലാശത്തിൽ ഒരു മഹാപ്രകടനം പ്രതീക്ഷിച്ചുകൂടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നും? തീർച്ചയായും ഹാഷ്മി, വലിയ രീതിയിലുള്ള പോരാട്ടം തന്നെ, ശക്തമായ പോരാട്ടം തന്നെ ആലപ്പുഴയിൽ നടക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് രാവിലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രചാരണം അതിന്റെ ഏറ്റവും പീക്കിലേക്ക് എത്തിയിരിക്കുന്നു. അവസാന ഘട്ടത്തിൽ വോട്ടുറപ്പിക്കാനുള്ള തിരക്ക് സ്ഥാനാർത്ഥികളുടെ ഭാഗത്തുനിന്ന്, മുന്നണികളുടെ ഭാഗത്തുനിന്ന് പ്രചാരണത്തിന്റെ ആവേശമൊക്കെ രാവിലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. UDF സ്ഥാനാർത്ഥിയെയും LDF സ്ഥാനാർത്ഥിയെയും നമ്മൾ നേരിൽ കണ്ടിരുന്നു, അവരോട് സംസാരിച്ചിരുന്നു. KC വേണുഗോപാൽ 24നോട് സംസാരിക്കുമ്പോഴും മുഖ്യമന്ത്രിക്കെതിരായ വിമർശനമാണ് ഉയർത്തുന്നത്. PV അൻവറിന്റെ അധിക്ഷേപ പരാമർശമടക്കം, രാഹുൽ ഗാന്ധിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിനടക്കം ഉത്തരവാദി മുഖ്യമന്ത്രിയാണ് ഈ അധിക്ഷേപ പരാമർശങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് അണികളുടെ ഭാഗത്തുനിന്ന്, നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വരുന്നത് എന്ന വിമർശനം KC വേണുഗോപാൽ ഉയർത്തുന്നു. തികഞ്ഞ വിജയപ്രതീക്ഷയുണ്ട് എന്ന ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. പ്രചാരണത്തിൽ സംസ്ഥാന സർക്കാരിനെ, മുഖ്യമന്ത്രിയൊക്കെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. LDF ക്യാമ്പിലേക്ക് പോവുകയാണെങ്കിൽ നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ വലിയ UDF തരംഗമുണ്ടായിരുന്ന, കഴിഞ്ഞ തവണയും LDFന്റെ അഭിമാനം കാത്ത ഒരു സീറ്റ്, കനലൊരു തരി എന്ന വിശേഷണത്തോടുകൂടി AM ആരിഫ് ലോക്സഭയിലേക്ക് പോയ മണ്ഡലമാണ്. അദ്ദേഹത്തോട് നമ്മൾ സംസാരിച്ചിരുന്നു. കഴിഞ്ഞ തവണത്തേതിന്റെ 2 ഇരട്ടി ഭൂരിപക്ഷത്തിൽ ഇത്തവണ വിജയിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. 10,400 സംതിങ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അദ്ദേഹം വിജയിച്ചിരുന്നത്. ഇത്തവണ തികഞ്ഞ ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. തന്റെ വികസന കാഴ്ചപ്പാടുകൾക്ക് ജനം അംഗീകാരം നൽകും എന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് കണ്ടു. മറ്റൊന്ന് NDA ക്യാമ്പിലെ വിശേഷങ്ങളാണ്. ഇപ്പോൾ ഹാഷ്മി സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ദല്ലാൽ നന്ദകുമാർ ഉയർത്തിയിരിക്കുന്ന പുതിയ ആരോപണം, ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് തന്റെ പക്കൽ നിന്ന് പണം വാങ്ങിയ BJP നേതാവ് ശോഭാ സുരേന്ദ്രനാണ് എന്നുള്ള ദല്ലാൽ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തൽ. അത് ഉറപ്പായും സ്വാഭാവികമായും ഈ മണ്ഡലത്തിന്റെ പ്രചാരണ ചൂടിനെ അതും ബാധിക്കും, അതും പ്രചാരണ വിഷയമായി മാറും. ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാകും എന്ന് കരുതുന്നു. ആ മുറയ്ക്ക് അതും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. എന്തായാലും വലിയ രീതിയിലുള്ള ആവേശം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. രാജ്യസഭയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ഇടതുപക്ഷത്തിന്റെ
സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി KC വേണുഗോപാൽ ആലപ്പുഴയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള പ്രചാരണം തന്നെയാണ് ഏറ്റവും മൂർച്ചയുള്ളതായി ഇവിടെ നമ്മൾ ഉയർന്നു കേൾക്കുന്നത്. വലിയ ആത്മവിശ്വാസം എന്തായാലും അത് തന്നെയായിരുന്നു CPM ആദ്യം മുതലേയുള്ള പ്രചരണം. എന്തായാലും അതങ്ങനെ അതിശക്തമായി തന്നെ തുടരുകയാണ്. ഇവിടെ ബിജു ജോസഫ് പറയുന്നു ഷാഫി 50,000 വോട്ടിന് ജയിക്കും ഹാഷ്മി എന്ന് പറയുന്നു. താഴെ തോമസ് ജോർജ് പറയുന്നു KK ശൈലജ 1,00,000 വോട്ടിന് ജയിക്കുന്നതാണ്. അപ്പം അവരവരുടെ പാർട്ടികളിലെ അവരവരുടെ പ്രവർത്തകർ പ്രേക്ഷകർ വലിയ ആകാംക്ഷയോർ ആര് ജയിക്കും എന്നത് കാത്തിരിക്കുന്നു. അത് നമ്മുടെ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട്. എസ് വിജയകുമാർ കോട്ടയത്തുണ്ട്. വിജയകുമാർ, കോട്ടയത്ത് നേർക്കുനേർ പാർട്ടികളുടെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ പോരാട്ടം അല്ലെങ്കിൽ കൂടിയും ഘടകകക്ഷികളുടെ പോരാട്ടമാണ്. ഘടകകക്ഷികളുടെ പോരാട്ടം എന്ന് പറയുമ്പോൾ പോലും അവർക്ക് അഭിമാന പ്രശ്നം, പ്രസ്റ്റീജ് ഇഷ്യൂ, അതിന്റെ ചൂടും ചൂരും കണ്ടതാണ് പ്രചരണ കാലയളവിൽ. ഈ ദിവസം കാണുന്നത് എന്താണ്, നാളെ കാണാനിരിക്കുന്നത് എന്താണ് വിജയകുമാർ? ഇക്കാര്യത്തിൽ ഹാഷ്മി, കോട്ടയത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഘടകകക്ഷികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. LDFും UDFും NDAയും അവരുടെ ഘടകകക്ഷികളെ മത്സരത്തിന് ഇറക്കുന്ന വലിയ കടുത്ത രാഷ്ട്രീയ പോരാട്ടം നടക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ നിർണായകമായത് നമ്മൾ തുടക്കത്തിൽ ഇന്ന് രാവിലെ മുതൽ പറഞ്ഞു തുടങ്ങിയതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അടിയൊഴുക്കുകൾ തന്നെയാണ്. അതെങ്ങോട്ട് നീങ്ങുന്നു, അതെങ്ങോട്ട് പോകുന്നു, അതെങ്ങനെയൊക്കെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്നു എന്നതാണ് കോട്ടയത്തിന്റെ ഒരു പ്രത്യേകത. അതിനെ ചെറുക്കുന്നതിനും അതിനെ തങ്ങളുടെ വരുതിക്കാക്കുന്നതിനും വേണ്ടിയുള്ള വലിയ ചർച്ചകൾ ഈ വാർ റൂമുകളിൽ നടക്കുകയാണ്. ഇപ്പോൾ ഇന്ന് ഫ്രാൻസിസ് ജോർജ് UDF സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ മണ്ഡല പര്യടനം അല്പസമയം മുമ്പ് അവസാനിപ്പിച്ചു. തോമസ് ചാഴിക്കാടൻ ഇന്ന് മണ്ഡല പര്യടനമുണ്ട്. NDA സ്ഥാനാർത്ഥിയുടെ മണ്ഡല പര്യടനവും ഇന്നുണ്ട്. നമ്മൾ ഇന്ന് പലരെയും പ്രധാനപ്പെട്ട നേതാക്കളെ ഒക്കെ കണ്ടു. വലിയ ആത്മവിശ്വാസത്തിലാണ് എല്ലാ മുന്നണികളുടെയും നേതാക്കൾ. ഈ അവസാന വട്ടം ചെറിയ ചെറിയ ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതിനൊക്കെ മറുപടി പറയുക. നമ്മളിപ്പോൾ പ്രസ് ക്ലബിലാണ്, കോട്ടയത്തെ പ്രസ് ക്ലബിലാണ് നിൽക്കുന്നത്. അവിടെയൊക്കെ അതിന്റെ മറുപടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് കൊണ്ടും കൊടുത്തും മുന്നേറുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മധ്യ കേരളത്തിലെ ആകെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന 2-3 ഘടകങ്ങളിലേക്ക് നമ്മൾ ഇന്ന് വളരെ വിശദമായി തന്നെ രാവിലെ ഇറങ്ങിയിരുന്നു. രാവിലെ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരെ കണ്ടിരുന്നു. സമദൂരമാണ് ഇത്തവണ NSSന്റെ രാഷ്ട്രീയ നിലപാടെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു കാര്യം കൂടി ചേർത്തു. കർശന സമദൂരം എന്നൊരു വാക്ക് കൂടി അതിന്റെ കൂടെ അദ്ദേഹം ചേർത്തു. സമദൂരം എന്നത് കുറെ കൂടി കർശനമായ സമദൂരമാക്കും. ഇത്തെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഒരു നിർദ്ദേശവും താഴെത്തട്ടിലേക്ക് നൽകുന്നില്ല എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ തീരുമാനമെടുക്കേണ്ട സമുദായ അംഗങ്ങൾക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച്, നാടിന്റെ നന്മയനുസരിച്ച് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത് അവരെ ജയിപ്പിക്കാം. അത് ഏതെങ്കിലും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പെരുന്നയിൽ നിന്ന് ഒരു തീരുമാനം അങ്ങോട്ട് പോകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓർത്തഡോക്സ് പരമാധ്യക്ഷനെ നമ്മൾ കോട്ടയത്ത് ദേവലോക പരമനയിലെത്തി നേരത്തെ കണ്ടിരുന്നു. അദ്ദേഹം വളരെ വിശദമായി തന്നെ സംസാരിച്ചു. സമദൂരം എന്ന നിലപാട് അദ്ദേഹം ആവർത്തിക്കുമ്പോഴും ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അനുസരിച്ച് ആർക്ക് വോട്ട് ചെയ്യണമെന്നതിൽ സമുദായ അംഗങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാം എന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ കൂടെ ഈ സഭാ തർക്കം, അതിലെ സുപ്രീം കോടതി വിധി നടപ്പാക്കാത്തതിലുള്ള അതൃപ്തി, അതിൽ നിന്നുള്ള ചർച്ചകൾ എങ്ങും എത്താത്തതിലെ അതൃപ്തി, ഇതൊക്കെ സഭയ്ക്കുണ്ട്. സമുദായ അംഗങ്ങൾക്ക്, സഭാവിശ്വാസികൾക്ക് അതൊക്കെ അറിയാം. അവരതിനനുസരിച്ചൊരു തീരുമാനമെടുക്കും. പക്ഷെ സമദൂരമാണ് ഒരു നിലപാട്, രാഷ്ട്രീയ നിലപാടായി മുന്നോട്ട് വയ്ക്കുന്നത്. ഇനിയും ഈ വിഷയത്തിൽ സഭാ തർക്കത്തിൽ ചർച്ചയ്ക്ക് വിളിച്ചാൽ അതിന് പോകുന്നതിന് സന്തോഷമേ ഉള്ളൂ. എന്താണ്, നേരും നീതിയും നടപ്പാകണമെന്നതിൽ സഭയ്ക്ക് വിട്ടുവീഴ്ചയില്ല. അത് നടപ്പായേ മതിയാവൂ എന്നതിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ അറിയിച്ചു. ഹാഷ്മി, ഇത് രണ്ടും, അതായത് മധ്യ കേരളത്തിലെ തന്നെയല്ല കേരളത്തിലെ ആകെ മണ്ഡലങ്ങളെ സ്വാധീനിക്കുന്ന ചില പ്രധാനപ്പെട്ട സാമുദായിക സംഘടനകൾ എന്ന നിലയിൽ പ്രസ്താവനയാണ് എന്ന് പറഞ്ഞാൽ സമദൂരമല്ല കർശന സമദൂരമെന്ന് NSS പറയുന്നു. സഭയും നിലപാട് കോട്ടയത്തോട് എസ് വിജയകുമാർ വിവരങ്ങൾ നൽകിയത്. എന്തായാലും അവസാന ലാപ്പിൽ സ്ഥാനാർത്ഥികളാണ്. ഓരോ വോട്ടും ഇക്കുറി ത്രികോണ മത്സരം കൂടുതൽ ശക്തമാകുമ്പോൾ ഒരു വോട്ട് അതിനിർണായകമാണ്. അതുകൊണ്ട് അത് ഉറപ്പിക്കുക എന്നുള്ളത് സ്ഥാനാർത്ഥികൾ മുന്നണി ആഞ്ഞു പരിശ്രമിക്കുകയാണ്. അതിന്റെ ഓട്ടപ്പാച്ചിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. നമ്മൾ മറ്റു മണ്ഡലങ്ങളിലേക്ക് എത്തും. മറ്റു കുറച്ച് വാർത്തകൾ കൂടിയുണ്ട്. വളരെ പെട്ടെന്ന് തിരികെ എത്താം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചെറിയൊരു ഇടവേള. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സമയം ഇപ്പോൾ 1 മണി കഴിഞ്ഞ് 32 മിനിറ്റാണ്. ഇവിടെ എപ്പോൾ വരുന്ന വാർത്ത എന്നറിയോ? ഉച്ചയ്ക്ക് ശേഷം മലയോര മേഖലകളിൽ ഇടിമിന്നലോട് കൂടിയ വേനൽ മഴ കിട്ടാൻ സാധ്യത എന്നൊരു കാലാവസ്ഥാ പ്രവചനം വരുന്നുണ്ട്. പൊതുജനങ്ങൾ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നുകൂടി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കനത്ത മഴ കൊടും ചൂട്, താപനില റോക്കറ്റ് പോലെ മുകളിലേക്ക് തന്നെ പോകുമെന്ന് പറയുമ്പോൾ പോലും ഇടയ്ക്കൊരു മഴ പെയ്യും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ മഴ ഏതെങ്കിലും തരത്തിൽ താപനില കുറയ്ക്കുകയോ പൊള്ളുന്ന ചൂടിനെ കുറയ്ക്കുകയോ ചെയ്യുന്നില്ല. ഇടിമിന്നലെ ഒന്ന് സൂക്ഷിച്ചിരിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക. റിജോ പറയുന്നുണ്ട് ഇവിടെ, ഹാഷ്മി ആര് ജയിച്ചിട്ട് കാര്യമില്ല ഇന്ത്യയിൽ. എൻ്റെ അപ്പനും അമ്മയും മക്കളും ഭക്ഷണം കഴിച്ച് മര്യാദയ്ക്ക് ജീവിക്കണമെങ്കിൽ എന്നെപ്പോലെയുള്ള മക്കൾ പുറം രാജ്യത്ത് പോയി പണിയെടുക്കണം എന്നൊരു നിരാശ റിജോ പറയുന്നുണ്ട്. അങ്ങനെ നിരാശപ്പെടുന്ന കുറേയധികം ആളുകളുണ്ട്. അത് അവരുടെ അങ്ങനെ നിരാശപ്പെടാനുള്ള അവകാശം അവർക്ക് ഉണ്ട് താനും. അപ്പോൾ നമ്മൾ നേരെ എങ്ങോട്ടേക്കാണ്? നമ്മൾ നേരെ കണ്ണൂരേക്ക് പോകുന്നു. അവിടെ സജോ ദേവസ്ഥയുണ്ട്. സജോ, കണ്ണൂരും ഈ പറയുന്ന പോലെയാണ്. അവിടെയും ജില്ലാ സെക്രട്ടറി ഇറക്കിക്കൊണ്ട് പോയ സീറ്റ് തിരിച്ചു പിടിക്കാൻ CPM അവരുടെ അഭിമാന പോരാട്ടം നടത്തുന്നു. KPCC അധ്യക്ഷൻ മത്സരിക്കുമ്പോൾ വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിന് ആലോചിക്കാവതല്ല. അപ്പോൾ ആ പ്രചരണച്ചൂട് നമ്മൾ കണ്ടതാണ് ഈ ദിവസങ്ങളിൽ. ഇപ്പോഴും അത് തന്നെ തുടരുകയല്ലേ? ആ പ്രചരണച്ചൂടിൻ്റെ ട്രെൻഡ് അങ്ങനെ തുടരുകയല്ലേ? നാളെ കൊട്ടിക്കലാശം വരെ, അവസാന മണിക്കൂർ വരെ തുടരുകയുമില്ലേ സജോ?
ഹാഷ്മിയും കണ്ണൂർ എന്നത് ഇടതുകോട്ട എന്നാണ് പൊതുവെ വിളിക്കുന്നത്. പക്ഷേ മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ UDF-നെ കൂടുതൽ തവണ പിന്തുണച്ച ഒരു പാരമ്പര്യമുണ്ട്. തൊട്ടടുത്ത വടകര മണ്ഡലത്തിൽ ഒരു തർക്കവുമില്ല, എൽ ക്ലാസിക്കോയാണ്. ഏതാണ്ട് അതിനോട് അടുത്തു നിൽക്കുന്ന ഒരു പോരാട്ടം കണ്ണൂരിലും ഈ പ്രചാരണ രംഗത്തും മത്സരത്തിലും ഒക്കെ കാണാൻ കഴിയുന്നു. അതായത് ഏറ്റവും ഒടുവിലും പിടിതരാത്തൊരു സസ്പെൻസ് കണ്ണൂർ മണ്ഡലം ഒളിപ്പിക്കുന്നു എന്നതാണ് ഇത്തവണത്തെ ഒരു സവിശേഷത. മുൻപ് പലപ്പോഴും അങ്ങനെ ആയിരുന്നില്ല. UDF-നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആത്മവിശ്വാസം K. സുധാകരൻ എന്ന സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിൻ്റെ തലപ്പൊക്കത്തിലുള്ള പ്രതീക്ഷയുമാണ്. പക്ഷേ ഒത്ത എതിരാളി, അതേ തലപ്പൊക്കം തന്നെയുള്ള എതിരാളി എന്നതാണ് MB ജയരാജൻ. അവിടെയുണ്ട്. MB ജയരാജൻ്റെ സാന്നിധ്യമാണ് CPM-നെ സംബന്ധിച്ച് അല്ലെങ്കിൽ LDF-നെ സംബന്ധിച്ച് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം. UDF-നെ സംബന്ധിച്ച് UDF-ന് ഏറ്റവും വലിയ പ്രതീക്ഷ K. സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം. അങ്ങനെയുള്ള ഘടകങ്ങൾ, പരമ്പരാഗത പിന്തുണ, കഴിഞ്ഞ തവണ 94,000 വോട്ടുണ്ടായിരുന്നു, അത് കുറഞ്ഞാലും വിജയം നേടാൻ കഴിയും എന്ന ആത്മവിശ്വാസമുണ്ട്. അതേസമയം LDF പറയുന്നത് അദ്ദേഹത്തിന്റെ പാർലമെന്ററി പ്രകടനം അത്ര മെച്ചപ്പെട്ടതായിരുന്നില്ല, മണ്ഡലത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല എന്ന വിമർശനം. ഒപ്പം പഴയതുപോലെയല്ല, ലീഗ് വോട്ടുകളിൽ, മലയോര വോട്ടുകളിൽ, ന്യൂനപക്ഷ വോട്ടുകളിലൊക്കെ ഇത്തവണ വിള്ളലുണ്ടാകും എന്ന പ്രതീക്ഷ, അതൊക്കെയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ LDF-നെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായത് പാർട്ടി കേന്ദ്രങ്ങളിൽ വോട്ട് ചോർന്നിരുന്നു. മുഖ്യമന്ത്രി, CPI സംസ്ഥാന സെക്രട്ടറി, LDF കൺവീനർ എന്നിവരുടെ എല്ലാ മണ്ഡലങ്ങളും ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ്. കഴിഞ്ഞ തവണ പക്ഷേ തളിപ്പറമ്പിലടക്കം പലയിടത്തും വോട്ട് ചോർന്നിരുന്നു. പക്ഷേ ഇത്തവണ ജില്ലയിലെ പാർട്ടിയുടെ അമരക്കാരനാണ് മത്സര രംഗത്തുള്ളത്. അതുകൊണ്ട് പാർട്ടി വോട്ടുകൾ ചോരില്ല. അതിനപ്പുറത്തേക്ക് പിടിക്കാനായാൽ വിജയം തന്നെ കൈവശം വരും എന്ന പ്രതീക്ഷ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നതൊരു ഘടകമാണ്. പക്ഷേ എന്താണ്, മണ്ഡലം ഇപ്പോഴും ഒരു സസ്പെൻസ് ഒളിപ്പിക്കുന്നു. എല്ലായിടത്തും പ്രചരണ രംഗത്ത് മുന്നണികളെല്ലാം K. സുധാകരൻ പരമാവധി മണ്ഡലത്തിൽ തന്നെ കേന്ദ്രീകരിച്ച് ആണ് അദ്ദേഹം മറ്റു സ്ഥലത്ത് പ്രചരണത്തിന് പോയതുപോലുമില്ല. അങ്ങനെ കരുതലോടുകൂടിയാണ് ഇരു മുന്നണികളും ഇപ്പോഴും മത്സര രംഗത്തുള്ളത്. അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ള സജീവ ശ്രമം തുടരുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, സജോ ദേവസ്യാണ് കണ്ണൂരിലെ വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിൽ അവിടെ CPM-ന് ജില്ലാ സെക്രട്ടറി മത്സരിക്കുന്നു, KPCയുടെ അധ്യക്ഷൻ മത്സരിക്കുന്നു, കോൺഗ്രസിൽ നിന്ന് വിട്ടുവന്ന ഒരാൾ BJP സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു. അവിടെ ഈ പറയുന്ന പോലെയാണ്, അംഗത്തട്ടങ്ങൾ വളരെ സജീവമായിരുന്നു തുടക്കം മുതൽ തന്നെ, ഇപ്പോഴും അങ്ങനെ തുടരുന്നു. നാളെയും കൊട്ടിക്കലാശം അതിൻ്റെ കൊട്ടിക്കേറി അതിൻ്റെ പരമാവധിയിലേക്ക് എന്തായാലും കണ്ണൂരും പ്രതീക്ഷിക്കണം. നമ്മൾ നേരെ ഡൽഹിയിലേക്ക് ഒന്ന് പോകുന്നു. ബൽറാം നെടുങ്ങാട് ചേരുന്നു. ബൽറാം, പ്രധാനമന്ത്രി രാജസ്ഥാനിൽ ഒരു വിദ്വേഷ പ്രസ്താവന നടത്തുന്നു, അതിനെതിരെ പരാതി പ്രവാഹം, ആ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നെയും പറയുകയാണ്. അപ്പോൾ രണ്ടാം ഘട്ടത്തിൻ്റെ ഒരു പ്രചരണം പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസ്താവനയെ ചുറ്റിപ്പറ്റിയാണെന്ന് തോന്നുന്നു. ബൽറാം, ഹാഷ്മി, രണ്ടാം ഘട്ടം BJP-യെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളവും ഏറെ നിർണായകമായ മണ്ഡലങ്ങളിലാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നുണ്ട്. ഈ പ്രധാനമായും ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങളിൽ രണ്ടാം ഘട്ടത്തിൽ 89 മണ്ഡലങ്ങളിലാണ് 13 സംസ്ഥാനങ്ങളിലായി രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് വെള്ളിയാഴ്ച. ഇതിൽ BJP-യെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കടുത്ത മത്സരം നേരിടുന്നത് രാജസ്ഥാനിൽ തന്നെയാണ്. 13 മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. BJP-ക്ക് ഇത്തവണ പ്രധാന വെല്ലുവിളി ഉയർത്തുന്നത് സംസ്ഥാന ഭരണം ഉണ്ടെങ്കിൽ പോലും റിബലുകൾ കാര്യമായി രംഗത്തുണ്ട്. കോൺഗ്രസിലേക്ക് കളം മാറിയവരുണ്ട്, ഒപ്പം തന്നെ എതിർത്ത് മത്സരിക്കുന്നവരുണ്ട്. ഇത്തരത്തിലുള്ള കടുത്ത വെല്ലുവിളികൾ ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസ് നിയമസഭാ തിരഞ്ഞെടുപ്പിനേറ്റ തിരിച്ചടിക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പകരം ചോദിക്കാനായി കോൺഗ്രസ് സജീവമായി രംഗത്തുണ്ട്. അതുകൊണ്ടുകൂടി ആയിരിക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ അത്തരത്തിൽ തീവ്രമായ വിഭാഗീയത ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രസംഗത്തിലേക്ക് കടക്കാൻ ഇടയായതും. സമാനമായ സാഹചര്യം ഛത്തീസ്ഗഡിലെ 3 മത്സരങ്ങൾ നടക്കുന്ന 3 മണ്ഡലങ്ങളിലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒപ്പം തന്നെ ഉത്തർപ്രദേശിലെ 8 മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. അവിടെയും കടുത്ത മത്സരമുണ്ട്. പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ ജാട്ട മുസ്ലിം വോട്ടുകൾ നിർണായകമായ മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. എന്തായാലും രണ്ടാം ഘട്ടത്തിൽ എത്തുമ്പോഴേക്കും തെരഞ്ഞെടുപ്പ് ചൂട്, പ്രചരണ ചൂട് അതിൻ്റെ തീവ്രതയിലേക്ക് എത്തിയിരിക്കുന്നു. വിവാദ പ്രസംഗങ്ങൾ ഉയർന്നു വരുന്നു. അതിനെ ചുറ്റിപ്പറ്റി പ്രകടന പത്രിക വിവാദമാക്കിക്കൊണ്ടുള്ള പ്രചരണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ മണിപ്പൂർ, ജമ്മു കശ്മീരിലെ ഒരു മണ്ഡലം, ഛത്തീസ്ഗഡിലെ 3 മണ്ഡലങ്ങൾ അടക്കമുള്ള പശ്ചിമ ബംഗാളിലെ 3 മണ്ഡലങ്ങൾ അടക്കം അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള മണ്ഡലങ്ങളിലും രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള 5 സംസ്ഥാനങ്ങളോളം രണ്ടാം ഘട്ടത്തിൽ കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നുണ്ട്. പ്രധാനമായും മണിപ്പൂരിൽ ഒന്നാം ഘട്ടത്തിലുണ്ടായ വ്യാപക അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കർശനമായ നിർദ്ദേശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുമുണ്ട്. ഹാഷ്മി, എസ് ബൽറാമാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. രണ്ടാം ഘട്ടം 13 സംസ്ഥാനങ്ങൾ, 88 മണ്ഡലങ്ങൾ, രാജസ്ഥാൻ അടക്കമുണ്ട്.
അപ്പം അങ്ങനെ അടിവച്ചടിവച്ച് ഈ മണ്ഡലങ്ങളിലൊക്കെ പരസ്യ പ്രചാരണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ്. അതിനിടയിലാണ് ഈ പറയുന്ന വർഗീയതയും വിദ്വേഷവും ഒക്കെ വിഭാഗീയതയും ഒമിപ്പിക്കുന്ന വിദ്വേഷ പ്രസ്താവനകളുടെ സമയം കൂടിയാണ് ഈ സമയം. അത് ദൗർഭാഗ്യകരമെന്നേ പറയാനുള്ളൂ. അത് അവിടെ മാത്രമല്ല, ഇവിടെയും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. PV അൻവർ MLA ആണ് രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത അധിക്ഷേപ പരാമർശം നടത്തുന്നത്. ഗാന്ധി കുടുംബത്തിൽ നിന്ന് ആൾ തന്നെയാണോ രാഹുൽ ഗാന്ധി എന്നാണ് PV അൻവറിൻ്റെ സംശയം. രാഹുൽ ഗാന്ധി DNA പരിശോധന നടത്തി പാരമ്പര്യം ഉറപ്പിക്കണം എന്ന് ഉപദേശിക്കുകയാണ് ഒരു MLA, PV അൻവർ MLA. അതിനെതിരെ കടുത്ത വിമർശനം ഉയരുന്നു. കോൺഗ്രസ് നേതാക്കൾ അതിനെതിരെ രംഗത്ത് വരുന്നു. മാത്രമല്ല, ഒരു മൂന്നാം കിട പൗരൻ എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് ഒരു ദേശീയ നേതാവിനെതിരെ അൻവർ MLA. ഇലക്ഷൻ കമ്മീഷനിലേക്ക് പരാതിയുമായി പോകുന്നു കോൺഗ്രസ്. ഏറ്റവും രസകരമായ കാര്യം, PV അൻവർ പറഞ്ഞ അങ്ങേയറ്റം അധിക്ഷേപകരമായ പരാമർശത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി അൻവറിന് പിന്തുണ കൊടുക്കുകയാണ്. നെഹ്റു കുടുംബത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടാവും? എനിക്ക് ആ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ്. രാഹുൽ ഗാന്ധി മോഡിയുടെ ഏജന്റാണോ എന്ന് ആലോചിക്കേണ്ടിടത്തേക്ക് കാര്യങ്ങൾ തിരിക്കുകയാണ്. മണ്ണാർക്കാട് എടത്തനാട്ടുകരയിൽ വിജയരാഘവന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് LDF ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച പൊതുയോഗത്തിലാണ് PV അൻവറിന്റെ അധിക്ഷേപ പരാമർശം. നെഹ്റു കുടുംബത്തെയും രാഹുൽ ഗാന്ധിയെയും നികൃഷ്ടമായ ഭാഷയിൽ അപമാനിച്ച അൻവറിനെതിരെ കേസെടുക്കണമെന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ ആവശ്യപ്പെട്ടു. അൻവറിനെ കയറൂരി വിടുന്നത് മുഖ്യമന്ത്രിയാണെന്ന K മുരളീധരനും KC വേണുഗോപാലും തുറന്നടിച്ചു. ശ്രീപെരുമ്പത്തൂരിന്റെ മണ്ണിൽ പെടഞ്ഞു മരിച്ച് രാജീവ് ഗാന്ധി എന്ന് പറയുന്ന നേതാവ്, ലോകം മുഴുവൻ ആരാധിക്കുന്ന നേതാവിനെയാണ് ഒരു മാർക്സിസ്റ്റ് MLA അധിക്ഷേപിച്ചിരിക്കുന്നത്. അൻവർ മാത്രമല്ല, ഇടതുപക്ഷം ഇത്രയും വൾഗറായി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ആദ്യമായിട്ട് ഞാൻ ഇത് കമ്മ്യൂണിസത്തിന്റെ അവസാനത്തെ പോക്കാണ്. അധിക്ഷേപ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് PV അൻവർ MLA. ആ വിഷയത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. കാരണം നെഹ്റു കുടുംബത്തിൽ നിന്നൊരു വ്യക്തിയിൽ നിന്ന് ഇന്ത്യൻ ജനത ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വ്യക്തമായ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. മതേതരത്വത്തോടൊപ്പം എല്ലാ ജീവിതവും നൽകിയ സഖാക്കളുടെ നാടാണ് കേരളം. PV അൻവർ MLA ന്യായീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. പറയുമ്പോൾ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങൾ. രാഹുൽ ഗാന്ധി പറയുമ്പോൾ അത് തിരിച്ചു കിട്ടുമെന്ന് നല്ലോണം കണക്കാക്കിക്കൊള്ളണം. അങ്ങനെ തിരിച്ചു കിട്ടാതിരിക്കത്തക്ക ഒരു വ്യക്തിത്വമൊന്നുമല്ല രാഹുൽ ഗാന്ധിയുടെ. അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരായ PV അൻവറിന്റെ അധിക്ഷേപ പരാമർശം AM ആരിഫ് തള്ളി. രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യേണ്ടതെന്നും മനസ്സിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയാമോ എന്നും AM ആരിഫ് ചോദിച്ചു. നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള വിമർശനങ്ങളെ പാടുള്ളൂ. നമ്മൾ ആൾക്കാരെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനൊന്നും പാടില്ല. കാര്യം വെച്ചാൽ പേരിന്റെ കൂടെ ഉള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊരു ആവശ്യമില്ലാത്ത ഇന്റർപ്രിട്ടേഷൻ വരും. അൻവറിനെ തള്ളാൻ പക്ഷേ പാലക്കാട്ട് LDF സ്ഥാനാർത്ഥി വിജയരാഘവൻ തയ്യാറായില്ല. പ്രസ്താവനയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് വിജയരാഘവൻ ഒഴിഞ്ഞുമാറി. രാഹുൽ ഗാന്ധിക്കെതിരായ അൻവർ MLAയുടെ അധിക്ഷേപ പരാമർശം അവസാന ലാപ്പിൽ ചർച്ചാ വിഷയമാക്കാൻ തന്നെയാണ് UDF തീരുമാനം. ഒഴിവാക്കാമായിരുന്ന വിവാദമെന്നാണ് ഇടത് ക്യാമ്പിലെ സംസാരം. രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. PV അൻവർ MLA നേരത്തെയും അങ്ങനെ പറയാത്ത ആളൊന്നുമല്ല. പക്ഷേ ഇലക്ഷൻ മുഖത്ത് അത്തരത്തിലൊരു നികൃഷ്ടമായ പ്രസ്താവന നടത്തുമ്പോൾ DNA പരിശോധന എന്നൊക്കെ പറയുന്നത് വൃത്തികേടല്ലെന്നേ. അങ്ങനെ പ്രസ്താവന നടത്തുമ്പോൾ ആ പ്രസ്താവനയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്തുണ കൊടുക്കുക എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്നത്. എന്തായാലും അവസാന ലാപ്പാണ്. അങ്ങനെ വിദ്വേഷ പ്രസ്താവനകൾ, അതിന് പിന്തുണകളൊക്കെ പലതും കാണേണ്ടി വരുന്ന ഒരു ദൗർഭാഗ്യം കൂടി രാഷ്ട്രീയത്തിലുണ്ട്. ഇപ്പോൾ വരുന്നൊരു വാർത്ത എന്താണെന്ന് അറിയോ? ആലുവയിൽ പേപ്പട്ടിയുടെ കടിയേറ്റയാൾ മരിച്ചു എന്നുള്ളതാണ്. പെരുമ്പാവൂർ സ്വദേശി പത്രോസ് PP ആണ് മരിച്ചത്. 2 ആഴ്ച മുൻപാണ് ആലുവയിൽ പത്രോസിന് പട്ടിയുടെ കടിയേറ്റത്. വിവരങ്ങളുമായി എബിൻ ജോസ് ചെയ്യുന്നുണ്ട്. എബിൻ, ഈ പത്രോസ് ആന്റി റാബീസ് വാക്സിനേഷൻ എടുത്തിരുന്നില്ലേ? ഹാഷ്മി, പ്രതിരോധ കുത്തിവയ്പ് എടുത്തിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. 2 ആഴ്ച മുമ്പാണ് ആലുവ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് പത്രോസിന് വിഷബാധയുള്ള നായയുടെ കടിയേൽക്കുന്നത്. അന്ന് 13 പേരെയോളം ഈ നായ കടിച്ചിരുന്നു. പിന്നീട് നായ ചത്തതിനു ശേഷം നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. ഈ സാധാരണ നായ കടിയേൽക്കുമ്പോഴുള്ള കുത്തിവയ്പ് പത്രോസും എടുത്തിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 2 ദിവസം മുമ്പാണ് ഇദ്ദേഹത്തിന് പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയത്. പിന്നീട് എറണാകുളം ജനറൽ ആശുപത്രി പ്രവേശിപ്പിക്കുകയും ഐസൊലേഷനിലുമായിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് മരണം സംഭവിച്ചത്. അശ്വിൻ, നമ്മുടെ വാർത്തായാത്ര തുടരുകയാണ്. സമയം 1:47 ജസ്ന കേസിൽ തുടരന്വേഷണത്തിന് തയ്യാർ എന്ന് പറയുകയാണ് CBI. എന്ന് പറഞ്ഞാൽ ജസ്നയുടെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ കൂടി അന്വേഷിക്കാം എന്ന് പറയുകയാണ് CBI. CJM കോടതിയിലാണ് CBI അവരുടെ നിലപാട് വ്യക്തമാക്കിയത്. അടുത്ത മാസം 3-ന് വീണ്ടും ഹർജി പരിഗണിക്കാനും പോവുകയാണ്. ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, അഴിയാത്ത ഒരു ദുരൂഹതയായി ജസ്ന ഇങ്ങനെ തുടരുകയാണ്. CBIക്ക് പോലും ഒന്നും ഒരു തുമ്പും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ കൂടി പരിശോധിക്കാം എന്ന് തീരുമാനിക്കുകയാണോ CBI?
അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് CBI എത്തുന്നതിൽ പലതരത്തിലുള്ള മാനങ്ങളുണ്ട് ഹാഷ്മി. കാരണം ഈ കേസ് ഏതാണ്ട് അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഈ കേസിൽ തുടരന്വേഷണ സാധ്യത പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജസ്നയുടെ പിതാവ് കോടതിയെ, തിരുവനന്തപുരം CJN കോടതിയെ സമീപിക്കുന്നത്. ഈ പിതാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം CBI അന്വേഷണ പരിധിയിൽ താൻ ഉന്നയിച്ച പല കാര്യങ്ങളും വന്നിട്ടില്ല. അതിലൊന്ന്, ജസ്നയുടെ അജ്ഞാത സുഹൃത്തിനെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല, ജസ്ന പങ്കെടുത്ത NCC ക്യാമ്പിനെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല, ജസ്ന സ്ഥിരമായി ആരാധന ആവശ്യത്തിന് പോയിക്കൊണ്ടിരുന്ന സ്ഥലത്തെ കുറിച്ച് അന്വേഷിച്ചില്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങളായിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ തവണ CBI അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് കോടതിയിൽ ഹാജരായി രക്തം പുരണ്ട വസ്ത്രം കേരള പോലീസിന് ലഭിച്ചിട്ടില്ലെന്നും ജസ്ന ഗർഭിണിയല്ലായിരുന്നുവെന്നും കോടതിയെ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഇന്ന് കേസ് പരിഗണിക്കവെയാണ് തുടരന്വേഷണത്തിന് തയ്യാറാണെന്ന് CBI കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ജസ്നയുടെ പിതാവ് ഉന്നയിക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കാമെന്നും രേഖകളും തെളിവുകളും കോടതിയിൽ സീൽഡ് കവറിൽ നൽകണമെന്നും CBI ഇന്ന് കോടതിയെ അറിയിച്ചു. അടുത്ത മാസം 3-ന് ഹർജി വീണ്ടും പരിഗണിക്കും. അന്ന് വിവരങ്ങൾ കൈമാറണമെന്നാണ് CBI തിരുവനന്തപുരം CJN കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അശ്വിനി. ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ജസ്ന കേസിൽ കുറേയധികം കാര്യങ്ങൾ തനിക്കറിയാം, തെളിവടക്കം തനിക്കറിയാമെന്ന് പിതാവ് പറയുക മാത്രമല്ല കോടതിയിൽ രേഖാമൂലം അറിയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതുകൂടി പരിശോധിക്കാം എന്ന നിലപാടിലേക്ക് എത്തുകയാണ് CBI. അതിലെങ്കിലും ജസ്ന തിരോധാനത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം ദൗർഭാഗ്യകരമാണ്, ജസ്ന ജീവിച്ചിരിപ്പില്ല എന്ന് സ്ഥിരീകരിച്ച് പറഞ്ഞ സ്വന്തം പിതാവ് തന്നെയാണ്. അപ്പോൾ അന്വേഷണ വഴിയിൽ നടക്കട്ടെ, എന്തുകൊണ്ടാണ് അച്ഛൻ ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ CBI അന്വേഷിക്കട്ടെ, കഴമ്പുണ്ടോ എന്ന് കണ്ടെത്തട്ടെ. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ ഇവിടെ വസന്തകുമാരി പറയാണ്, മഴയ്ക്ക് മുൻപ് വരെ ചൂട് കാലാവസ്ഥയാണ്. വയനാട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല മഴയും കാറ്റും ഇടിയുണ്ടായി, നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട വേനൽ മഴ പല സ്ഥലങ്ങളിൽ ഇപ്പോഴും പ്രവചിക്കപ്പെടുന്നുമുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ലോക പുസ്തക ദിനമാണ്. വായന വാതിൽ തുറക്കുമ്പോൾ ചേതന മാനം മുട്ടുന്നു എന്നാണല്ലോ കവിവാക്യം. പുസ്തക വായന അപ്പോൾ ഒരേ സമയം തന്നെ അതൊരു വിപ്ലവമാണ്, അത് വിനോദമാണ്, അതേസമയം തന്നെ നമ്മുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് വല്ലാത്തൊരു ഇന്ധനവുമാണ് പുസ്തകങ്ങൾ. പട്ടിണിയായ മനുഷ്യാനി പുസ്തകം കയ്യിലെടുത്തോളൂ, പുത്തനൊരായുധമാണു നിനക്കത്, പുസ്തകം കയ്യിലെടുത്തോളൂ. പുസ്തകം വിപ്ലവമാണ്, പുത്തൻ ഉണർവിലേക്കുള്ള വിപ്ലവം. ലോകത്തെല്ലായിടത്തും മാറ്റങ്ങൾക്ക് നിദാനമായത് പുസ്തകങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ട ആശയങ്ങളായിരുന്നു. ഒരേ സമയം വഴികാട്ടിയും ചാലകശക്തിയുമായി പുസ്തകങ്ങൾ മാറി. അക്ഷരവും വായനയും മനുഷ്യ സംസ്കാരത്തിൽ ചെലുത്തിയ സ്വാധീനം വാക്കുകൾക്ക് അതീതമാണ്. വിഖ്യാത എഴുത്തുകാരൻ മിഷേൽ ഡി സെർവാന്റിസിന്റെ ചരമവാർഷിക ദിനമാണ് ഏപ്രിൽ 23. സ്പെയിനിൽ 1923 ഏപ്രിൽ 23-നാണ് ലോക പുസ്തക ദിനം ആചരിച്ചു തുടങ്ങുന്നത്. 1995-ൽ യുനെസ്കോ ഈ ദിനം ലോക പുസ്തക ദിനമായി ആചരിക്കാൻ ആരംഭിച്ചു. വിശ്വസാഹിത്യ നായകൻ വില്യം ഷേക്സ്പിയറുടെ ജനന മരണ തീയതിയും ഏപ്രിൽ 23 ആണെന്നതും ഈ ദിവസം പുസ്തക ദിനമായി തിരഞ്ഞെടുക്കാൻ കാരണമായി. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ വരികൾ പുസ്തക വായനയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നുണ്ട്. പുത്തൻ കാര്യങ്ങൾ അകത്തുള്ളതായിരുന്നു മാഷിന് എക്കാലത്തും പുസ്തകം. വായനയേക്കാൾ വലുതായി വല്ലതുമുണ്ടോ വളരാനായി, വായന നൽകും ലോകങ്ങൾ വേറെവിടന്നു ലഭിച്ചിടും. റിസർച്ച് ഡെസ്ക് 24. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പുസ്തക ദിനാശംസകൾ. വിശ്വസാഹിത്യത്തിൻ്റെ ഓർമ്മ പുസ്തകങ്ങൾ വീണ്ടും തുറക്കട്ടെ നമ്മുടെ വീട്ടകങ്ങളിൽ. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ ഒരു വാർത്ത, മലേഷ്യയിൽ പരിശീലന പറക്കലിനിടെ ഹെലികോപ്റ്റർ കൂട്ടിയിടിച്ച് 10 മരണം എന്നുള്ളതാണ് ഇപ്പോൾ വരുന്നൊരു വാർത്ത. റോയൽ മലേഷ്യൻ നേവി പരേഡിനായുള്ള പരിശീലന പറക്കലിനിടയിലാണ് അപകടമുണ്ടായത്. ലുമുട്ട് നേവൽ ബേസിലാണ് അപകടമുണ്ടായത്. അയ്യോ, ആ ദൃശ്യങ്ങൾ അത് വ്യക്തമാണ്. അപകടത്തിൽ എല്ലാവരും മരിച്ചുവെന്നാണ് സ്ഥിരീകരണം. സംഭവത്തിൽ മലേഷ്യൻ നാവികസേന അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംഭവത്തിൽ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം അനുശോചനം രേഖപ്പെടുത്തി. അപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും അതിൻ്റെ പ്രചരണം അതിൻ്റെ പരമാവധിയിലേക്ക്, ഉച്ചസ്ഥായിലേക്ക്, പരകോടിയിലേക്ക് പോകുന്ന മണിക്കൂറുകളാണ്. തൽക്കാലം നമ്മുടെ ഉച്ചവാർത്തയാത്ര പൂർണ്ണമാകുന്നു. ഇനിയിപ്പോൾ കുറ്റകൃത്യങ്ങളുടെ വല്ലാത്ത ലോകം, പോലീസ് ഡയറി, സുഹൈൽ മുഹമ്മദ്. ഗുഡ് ബൈ.